ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ, അതായത് ഇങ്ങനെ മാച്ച് ഇല്ലാണ്ട് ഞാൻ വീഡിയോസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്നിപ്പം വന്നത് എല്ലാവർക്കും അറിയാം, ഫൈനൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ലാസ്റ്റ് മാച്ചിൽ നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ, യങ് ബെസ്റ്റ് ഡിഫൻഡർ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സീസണിൽ, ലെനി യോറോനൊരു പരിക്ക് പറ്റിയത്. എല്ലാവരും നമ്മൾ യുണൈറ്റഡ് ഫാൻസ് ആ ഒരു അമോറിമിൻ്റെ റിയാക്ഷൻ, യോറോന് ഇഞ്ചുറി സംഭവിച്ച അമോറിമിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. സെയിം റിയാക്ഷൻ ആയിരുന്നു എനിക്കും. എനിക്ക് തോന്നുന്നു യുണൈറ്റഡിനെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകർക്കും ആ ഒരു റിയാക്ഷൻ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് അമോറിമിൻ്റെ പ്രസ് കോൺഫറൻസ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടാകും. എന്താണിപ്പോൾ അമോറിമ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്ലേയേഴ്സും ഫൈനലിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ മെയിനായിട്ടുള്ള ഡിഫൻഡേഴ്സൊക്കെ എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള മത്തായിസ് ഡിലൈറ്റ്, പിന്നെ നമ്മുടെ ന്യൂ യങ്സ്റ്റർ ഹെവൻ, പിന്നെ ഇപ്പോൾ ഇതായിട്ട് യോറോ, 3 പേരും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ട്രെയിനിങ് പിക്ചേഴ്സിലും വീഡിയോസിലൊന്നും ഇവരാരും ഈ 3 പ്ലേയേഴ്സും ഇല്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഗോപി തന്നെ ആയിരിക്കും. പക്ഷേ അമോറിമ പറഞ്ഞത് അവർ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം ഫൈനലാണ്, എല്ലാവർക്കും കളിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പോസിറ്റീവ് സൈനാണത് യോറോന്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ യോറോ കളിക്കണം എന്നാണ്. യോറോ ഓക്കെ ആണെങ്കിൽ യോറോ കളിക്കണം. കാരണം ആ ഗെയിമിന് ശേഷം യോറോന് ഫുള്ള്, പിന്നെ ആ ഭാഗത്തേ വരണ്ട. കാരണം നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ആ ഒരു ഫൈനൽ മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ. അത് എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാവുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. പിന്നെയുള്ള 2 പ്രീമിയർ ലീഗ് മാച്ച്, 2 ഇല്ല, 1 ഉണ്ടാവുള്ളൂ. ആവശ്യമില്ല നമുക്ക്. പിന്നെ ഈ ചെൽസീൻ്റെ മാച്ചിൽ ആര് വേണമെങ്കിലും കളിച്ചോട്ടെ, എന്തോ ചെയ്തോട്ടെ. സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ പോയിട്ട് കത്തിക്കുക, മറിച്ചിടുക, അലമ്പാക്കുക, എന്ത് ചവിട്ടി കാലൊടിക്കല, എന്താ വേണ്ട കളിച്ചോട്ടെ അവിടുന്ന്. കാരണം നമ്മളത് നോക്കുന്നേ ഇല്ല. നമുക്ക് ആ 21st മാച്ച് മാത്രം മതി. ലാസ്റ്റ് മാച്ച് ആസ്റ്റൺ വില്ലേൻ്റെ കൂടെ എന്തും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും എൻ്റെ പൊന്ന് യോറോ ഒന്ന് കളിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഡിലൈറ്റ്, യോറോ സബിലുണ്ടായിക്കോട്ടെ, ഡിലൈറ്റ് ഇറങ്ങട്ടെ. അതാണ്. അല്ലാണ്ട് ലിൻഡലോഫ്, ഷോ ഇവരെ കൊണ്ടൊന്നും പറ്റില്ല, കൂട്ടിയാൽ കൂടൂല. അതാണ് ഒരു വിഷമം. ആ യോറോ, മഗ്വയർ, ഡിലൈറ്റ് ഈ ഒരു കോംബോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ഇല്ലാതെ ഷോ, മഗ്വയർ, ലിൻഡലോഫൊക്കെ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. അതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ കോളിയർ തിരിച്ചു വന്നിട്ടുണ്ട്, ടോബി കോളിയർ. ജോണി ഇവാൻസ് ഒക്കെ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. എന്താവും എന്തോന്നറിയില്ല. പക്ഷേ ചെൽസിൻ്റെ മാച്ചിന് ഇവാൻസൊക്കെ ഇറങ്ങിക്കോട്ടെ. കാരണം ഇപ്പോൾ ഡിഫൻസിൽ ആളില്ല. മഗ്വയറിനൊക്കെ ഇനിയും ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മഗ്വയറിനൊക്കെ പരിക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു. ചെൽസീൻ്റെ കൂടെ അമോറിമ എന്ത് പരീക്ഷണമാണ് നടത്താൻ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഒരു പരീക്ഷണം നടത്തി യോറോനെ കളിപ്പിച്ചതാണ് നമുക്കിപ്പോൾ പണി കിട്ടിയത്. അതുപോലെ ഇനി മഗ്വയറിനെ ഇറക്കി പണി വരുത്താത്തതാണ് ഏറ്റവും നല്ലത്. ഇവാൻസ് ഇറങ്ങിക്കോട്ടെ, ഫ്രെഡറിക്സൺ ഇറങ്ങിക്കോട്ടെ, ആരെങ്കിലൊക്കെ ഇറങ്ങട്ടെ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ടോബി കോളിയർ തിരിച്ചു വന്നത് നമുക്ക് സബിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ളത് വളരെ നല്ലൊരു ഇതാണ്. പിന്നെ ഡാലോ ഗ്രാസിലേക്ക് ഇറങ്ങിയിട്ട് പയ്യെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഫൈനലിലേക്ക് എനിക്ക് തോന്നുന്നില്ല ഡാലോ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അമാദിനെ ഇറക്കാൻ തന്നെയാണ് സാധ്യത അവിടെ കാണുന്നത്. പിന്നെ ഒരു മസ്റൂയിക്ക് എന്തായാലും ഒരു റെസ്റ്റ് കൊടുത്തേ മതിയാവുള്ളൂ. മസ്റൂയിക്ക് റെസ്റ്റ് നിർബന്ധമാണ്. കാരണം മസ്റൂയി ഫുള്ളി ഔട്ടായിട്ടുണ്ട്. ചെൽസി ഗെയിമിൽ മസ്റൂയിനെ കാണാനേ പാടില്ല. പ്ലീസ്, മസ്റൂയിനെ കാണാനേ പാടില്ല. മസ്റൂയി ഇല്ലാത്തതാണ് നല്ലത്. കാരണം മസ്റൂയിയൊക്കെ നിർബന്ധമാണ്. കാരണം അമാദ് വന്ന സ്ഥിതിക്ക് മസ്റൂയിനെ സെൻറ്റർ ബാക്ക് ആക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോഴും ഒന്നുകിൽ ഷോ, മഗ്വയർ, മസ്റൂയി, ആ ഒരു സാധ്യതയും കാണുന്നുണ്ട്. യോറോ ആണെങ്കിൽ യോറോ, മഗ്വയർ, മസ്റൂയി, അത് അടിപൊളിയായിരിക്കും. നല്ലൊരു ഡിഫൻസീവ് ലൈനപ്പായിരിക്കും. പിന്നെ അമാദും കൂടി ചേരുന്നതോടുകൂടി കംപ്ലീറ്റ്ലി നമുക്ക് സെറ്റ് ആവുമായിരിക്കും. പിന്നെ നമ്മുടെ ഫാബ്രീസിയോയുടെ ഇപ്പോൾ ഫാബ്രിൻ്റെ ഒരു റിപ്പോർട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടോട്ടൻഹാമിൻ്റെ കുളിസെവ്സ്കി കഴിഞ്ഞപ്പോൾ തന്നെ കുളിസെവ്സ്കിയുടെ ഒരു ഇഞ്ചുറി ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. എന്താ എനിക്കൊന്നും സർജറിയൊക്കെ കഴിഞ്ഞിട്ട് റിഹാബിലേഷൻ്റെ ഇതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ യുണൈറ്റഡ്. സത്യം പറയാലോ, മാഡിസൺ ഇല്ല, കുളിസെവ്സ്കി ഇല്ല. കാരണം നമ്മുടെ ഈ സീസണിൽ 3 പ്രാവശ്യമാണ്
സ്പേഴ്സ് നമ്മളെ എടുത്തിട്ട് അലക്കിയത്. അതിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്ലെയറാണ് ഈ കുൽസെവ്സ്കി. കാരണം അവൻ്റെ ആ ഒരു റണ്ണും സ്പേസും അറ്റാക്കൊക്കെ ഉണ്ടല്ലോ, അയ്യോ, നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു പ്ലെയറായി മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഈ സീസണിലെ 3 മാച്ചിലും ഈ കുൽസെവ്സ്കിയും മാഡിസണും നല്ലപോലെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. 2 പേരും ഇല്ല. പിന്നെ നോക്കേണ്ടത് സണ്ണും സോളാങ്കിയാണ്. സോളാങ്കി കുറച്ച് പണിയാണ് നമ്മുടെ ഡിഫൻസ്. പക്ഷേങ്കിൽ ഈ സീസണിൽ നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആണ്. ആ ഒരു സ്ട്രോങ് നമ്മൾ ഫൈനലിൽ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് നോക്കാനില്ല, കിട്ടും, സംഭവം ഇങ്ങ് പോരും, ഓൾഡ് ട്രാഫോർഡിൽ എത്തിക്കാം. പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ മാനേജ്മെൻറ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും എനിക്ക് പറയാനായിട്ട് താല്പര്യമില്ല. ബാക്ക് റൂം സ്റ്റാഫിനുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അത് അമോറിം ഏറ്റെടുത്തിട്ടുണ്ട്. അമോറിമിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യാം. ഹാറ്റ്സ് ഓഫ്, സല്യൂട്ട്, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം അമോറിമിനത് താല്പര്യം, അമോറിമിനത് ആവശ്യമാണ്, അതാണ് വേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. ഇവന്മാർ കഞ്ഞിയും വെള്ളം വാങ്ങാനുള്ള പൈസ ഇല്ലാണ്ട് ക്ലബ്ബ് വാങ്ങിയിട്ട് കളവനൊക്കെ എന്ത് ചെയ്യാനാണ് അവനൊക്കെ. അമോറിം നല്ല ഉചിതമായ തീരുമാനം എടുത്തെന്ന് ഞാൻ പറയുള്ളൂ. അത് നല്ലൊരു തീരുമാനമാണ് അമോറിം ചെയ്തത്. അത് തന്നെയാണ് വേണ്ടത്. സ്വന്തം പൈസയാണെങ്കിലും, കാരണം നമ്മളിത് കുറേ ഡിസ്കസ് ചെയ്യുന്നത്, ബക്കറ്റ് പിരിവ് നടത്തിയിട്ടെങ്കിലും ഏതെങ്കിലും പ്ലെയറിനെ വാങ്ങിക്കൊടുക്കാം. എനിക്ക് തോന്നുന്നു മിക്കവാറും സമ്മറിൽ അമോറിം തന്നെ പൈസ ഇറക്കി വാങ്ങലായിരിക്കും ഉണ്ടാവുക. അല്ലാണ്ട് ഇവന്മാരുടെ കയ്യിൽ നിന്നും ഒരു നക്കാപ്പിച്ച ഇവന്മാരുടെ കയ്യിൽ നിന്നുണ്ടാവില്ല. ഇപ്പം തന്നെ പറയുന്നില്ലേ, കപ്പടിച്ച് കഴിഞ്ഞാൽ പെരേഡൊന്നും ഉണ്ടാവില്ല, ബാർബിക്യൂ സെക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. ഇവനെയൊക്കെ എന്ത് പറയാൻ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തോ ചെയ്തോട്ടെ. പക്ഷേ ആ ഒരു 21st ആ ഒരു ഫൈനൽ എന്ത് വില കൊടുത്തിട്ടും എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഇഞ്ചുറി അപ്ഡേറ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ്. നമുക്ക് അടുത്ത ചെൽസിയുടെ മാച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ.